റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിനെ കുരുക്കി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി. ദേവസ്വം ബോർഡിന്റെ ആവശ്യപ്രകാരമാണ് ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത്. വാതിലും കട്ടിളപ്പാളിയും സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താനായിരുന്നു അനുമതി. പോറ്റി ക്ഷണിച്ചതുകൊണ്ടാണ് പൂജ നടത്തിയതെന്നും തന്ത്രി മൊഴി നൽകി. ഹരിമോഹൻ നമുക്കൊപ്പം ചേരുന്നു. ഹരിമോഹൻ, ഇത് പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റായി മാറുകയാണല്ലോ. അപ്പോൾ വീണ്ടും പത്മകുമാറിലേക്ക് കറങ്ങിയെത്തുകയാണോ? തീർച്ചയായിട്ടും സുജയ, ദേവസ്വം ബോർഡിന് കുരുക്കാകുന്നു ഈ മൊഴി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്ത്രി കണ്ഠരര് രാജീവരുടെയും മോഹനരുടെയും മൊഴി എടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ മഹേഷ് മോഹനരുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന് കുരുക്കാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കം. അതായത് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത്. ഈ പാളികൾ എന്ന് പറയുമ്പോൾ അതിൽ ദ്വാരപാലക പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി മാത്രമാണ് താൻ നൽകിയത്. കട്ടിളപ്പാളിയും വാതിലും പുറത്തേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതിയാണ് താൻ നൽകിയതെന്ന് പറയുന്നു. ഈ ദ്വാരപാലക പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നേരിട്ട് തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അത് രേഖാമൂലം തന്നെ താൻ നൽകിയിട്ടുണ്ട്. അത് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വിരോധമില്ല എന്നുള്ള കാര്യം താൻ രേഖയിൽ എഴുതി ഒപ്പിട്ട് നൽകുകയായിരുന്നു എന്നുള്ളതാണ് കണ്ഠരര് മഹേഷ് മോഹനര് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കട്ടിളപ്പാളിയിലെയും വാതിലിന്റെയും കാര്യം. അത് പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നത് ഈ അറ്റകുറ്റപ്പണി നടത്തുന്നത് പുറത്തല്ല, പുറത്തു വെച്ച് നടത്താൻ പാടില്ല, അത് സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്നുള്ള കാര്യമാണ് താൻ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള അനുമതി മാത്രമാണ് താൻ നൽകിയിട്ടുള്ളത് എന്നുകൂടിയാണ് മഹേഷ് മോഹനര് പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് എന്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആരുടെ അനുമതി പ്രകാരമാണ്, അല്ലെങ്കിൽ അനുജ്ഞ വാങ്ങാതെ എങ്ങനെയാണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് പത്മകുമാർ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മഹേഷ് മോഹനരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ റോധം ജ്വല്ലറി, ആ ജ്വല്ലറിയിൽ പൂജ നടത്താനായി മഹേഷ് മോഹനർ പോയതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ പൂജയ്ക്ക് പോയത് ആര് ക്ഷണിച്ചിട്ടാണ്, ആരുടെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും അനന്തസുബ്രഹ്മണ്യത്തെയും ഒക്കെ തനിക്കറിയാം, പക്ഷെ അവയൊക്കെ സ്പോൺസർമാർ എന്നുള്ള നിലയിലാണ് അവരെയൊക്കെ അറിയാമായിരുന്നത്. ആ സ്പോൺസർ എന്നുള്ള നിലയിലുള്ള പരിചയം, ഒപ്പം തന്നെ പോറ്റി ഒരു ഭക്തൻ എന്നുള്ള നിലയിലുള്ള പരിചയം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് അടുപ്പം കൂടുതലുണ്ടായി. അങ്ങനെ പോറ്റി ക്ഷണിച്ചു. ഗോവർദ്ധനെയും പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗോവർദ്ധന്റെ ജ്വല്ലറി ആയതുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്. ആ മൊഴി മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് വൃശ്ചിക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള ബാക്കി മൊഴിയെടുപ്പുകൾ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെയൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തതും, ആ ചോദ്യം ചെയ്തപ്പോഴൊക്കെ തന്നെ അവരും പറഞ്ഞത് ഈ പത്മകുമാറാണ് ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകിയത്, പത്മകുമാറാണ് ഇതിനെല്ലാം തന്നെ അനുമതിക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ അനുമതിയാണ് എല്ലാറ്റിനും പ്രശ്നം. ആ ദേവസ്വം ബോർഡിന്റെ അനുമതി എങ്ങനെ വന്നു, അത് പത്മകുമാർ വഴി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡിസംബർ 3 റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പത്മകുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ആ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാകും. അതൊരു വലിയ കുരുക്കായിരിക്കും പത്മകുമാറിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് തന്ത്രിയുടെ മൊഴിയും അതുപോലെ നേരത്തെ രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങളുടെ മൊഴിയും നേരത്തെ അതിനു മുമ്പ് രേഖപ്പെടുത്തിയ തന്ത്രി രാജീവ് കണ്ഠരരുടെയും ഒപ്പം തന്നെ മോഹനർ കണ്ഠരരുടെയും ഒക്കെ തന്നെ മൊഴി, ഇതെല്ലാം ദേവസ്വം ബോർഡിന് കുരുക്കായി മാറുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. കാരണം തന്ത്രി അനുജ്ഞ വാങ്ങിയാണ് സാധാരണഗതിയിൽ അനുമതി നൽകാറുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയായിരുന്നു. അതായത് ഏതെങ്കിലും മഹേഷ് മോഹനരുടെ മൊഴി വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റായി മാറുകയാണ് ഈ കേസിൽ. തന്ത്രി പറഞ്ഞതിന് ഒപ്പം ദേവസ്വം ബോർഡിനെ കുരുക്കുന്ന ഒരു മൊഴി വന്ന സാഹചര്യത്തിൽ ഇനി അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. താങ്ക് യു ഹരിമോഹൻ.